TB മിനിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അതായത് വിചാരണ കോടതിയുടെ വിമർശനം തള്ളുകയാണ് അതിജീവിയുടെ അഭിഭാഷകയായിരുന്ന TB മിനിയുടെ പ്രതികരണം കാണാം. ഇതിനൊക്കെ മറുപടി പറയണത് തന്നെ അലമ്പാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ അറ്റൻഡൻസ് ബുക്കൊന്നും ഇല്ലല്ലോ പറയാനായിട്ട്. പിന്നെ ഞാൻ എൻ്റെ കക്ഷിയുടെ കേസാണ് നടത്തുന്നത്. ഞാൻ എത്ര ദിവസം അവിടെ വരണം എന്ന് പറയേണ്ട കാര്യമൊന്നും കോടതിക്കില്ല. കോടതി ഒരു വൈരനിരാധന ബുദ്ധിയിൽ എന്നെ കാണുകയും കഴിഞ്ഞ ഒരു 8-ാം തീയതി മുതൽ ദിലീപിൻ്റെ ആളുകൾ മുഴുവൻ നിരവധി യൂട്യൂബ് ചാനലുകൾ വഴി എനിക്ക് കേസ് നടത്താൻ അറിയാത്ത ആളാണെന്നും കേസിന് വരില്ല എന്നും കേസിന് പോകില്ല എന്നൊക്കെ പറഞ്ഞുള്ള വലിയ രീതിയിൽ അപകീർത്തിപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഞാനിത് കാണുന്നത്. ഒരിക്കലും ഒരു കോടതി ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം. അത്തരത്തിൽ കോടതിയിൽ ഹാജരാകാതിരുന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാണ്ടാണ്. എത്രയോ ദിവസങ്ങളാണ്. കാരണം എനിക്കൊരു റോളില്ലാത്തൊരു കാര്യമാണ്. കാരണം ഒരു വിക്ടിം ലോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ കേസിൽ ട്രയലിൽ പ്രത്യേകിച്ച് നമ്മൾക്ക് അവിടെ വെറുതെ ഇരിക്കാനേ പറ്റുള്ളൂ. കോടതിയിൽ ഒന്നും ചോദിക്കാനുള്ള ലീഗൽ റൈറ്റ് നമുക്കില്ല. പിന്നെ കോടതി പെർമിറ്റ് ചെയ്താൽ മാത്രമേ എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ആ ജഡ്ജി ആദ്യം തന്നെ, ഞാനല്ല ആദ്യം വക്കാലത്ത് എടുത്തത്, സഞ്ജയ് എന്ന് പറഞ്ഞ അഡ്വക്കേറ്റായിരുന്നു. ആ സഞ്ജയ് എന്തോ പറയാൻ എഴുന്നേറ്റപ്പോൾ തന്നെ കോടതി പറഞ്ഞു ഇവിടെ ഒരു അക്ഷരം മിണ്ടരുന്ന് പറഞ്ഞു. ഈ കോടതി തന്നെ, മനസ്സിലായ? അതിന് പിന്നെ നമ്മൾ അവിടെ പിന്നെ പോയി നാണം കെടാൻ നിൽക്കണില്ല. പക്ഷെ ഞാനവിടെ എല്ലാ സമയത്തും കോടതിയിലിരിക്കുന്നു, ട്രയലിലിരിക്കുന്നു, പ്രോസിക്യൂട്ടർ അവിടെ കേസ് നടത്തുന്നു, മറ്റ് വക്കീലന്മാരവിടെ കേസ് നടത്തുന്നു. അവരതൊക്കെ പറയണത് കേൾക്കുകയും നോട്ട് ചെയ്തെടുക്കുകയും. എൻ്റെ നോട്ട് ബുക്ക് ഉണ്ട്, എല്ലാ ദിവസവും പോയിട്ട് ഡേറ്റ് ഇട്ട നോട്ട് ബുക്ക് ഉണ്ട്, മനസ്സിലായ? 200 പേജിൻ്റെ നോട്ട് ബുക്കിൽ ഓരോ ഡേറ്റിലും ഞാൻ ഇരിക്കുന്നത് ഞാനിങ്ങനെ എഴുതിയെടുക്കുന്ന നോട്ട് ബുക്ക് ഉണ്ട് എൻ്റെ. ആ നോട്ട് ബുക്കിലുണ്ട്. പിന്നെ എനിക്കിത് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, മനസ്സിലായ? കോടതിനെ എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. എൻ്റെ കക്ഷി അവർക്ക് വിശ്വാസം ഉണ്ടല്ലോ, അത് മതി. ഈ കോടതിയിൽ വന്നിരുന്ന് ഉറങ്ങുകയാണെന്നൊക്കെ ഉള്ളൊരു പരാമർശം ഇന്ന് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഒരു കോടതി പറയാൻ പാടുള്ളതാണോ? ഞാനൊരു മനുഷ്യജീവിയല്ലേ. ചിലപ്പോൾ ഉറങ്ങിണ്ടാവുമോ എന്ന് എനിക്കറിയില്ല, വല്ലപ്പോഴും. പക്ഷെ ഞാൻ പരമാവധി ഉറങ്ങില്ല. പിന്നെ ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം കഴിച്ച് ചൂട് എടുത്ത് വരുന്ന സമയത്ത് ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം മുകളിലിരിക്കുന്ന ആൾക്കല്ലേ കാണാൻ പറ്റൂ നമ്മളെന്ത് ചെയ്യണമെന്ന്. പറയണ കേട്ടാൽ തോന്നും വേറെ വക്കീലന്മാരും അവിടെ ഉറങ്ങാറില്ലെന്ന്. എല്ലാവരും ഒക്കെ ബോറടിക്കുമ്പോൾ ഉറങ്ങും അല്ലേ. ചിലപ്പോൾ ഊണ് കഴിച്ചിട്ട് ഇച്ചിരി നേരമൊക്കെ ഉറങ്ങിപ്പോകും. പ്രത്യേകിച്ച് ട്രയലിലിരിക്കുമ്പോൾ ചൂടായിരിക്കുമ്പോഴൊക്കെ മനുഷ്യർ അങ്ങനെ എപ്പോഴെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ രാത്രി ഉറങ്ങണില്ല. ഞാനിപ്പോൾ കോടതിക്ക് എൻ്റെ പ്രൊസീജിയർ അറിയാൻ പാടില്ലാണ്ടാണ്. എൻ്റെ ഓഫീസിൽ കേസുണ്ട്. അതുകൂടാതെ 12:30-1 മണിയാകുമ്പോൾ ഈ ട്രയൽ കോടതിയിൽ കേസ് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് 3 മണിയൊക്കെ ആകുമ്പോഴാണ് കോടതി ഇറങ്ങണത്. അപ്പോൾ പോയി ഞങ്ങൾ ഭക്ഷണം കഴിക്കണം. 3-3:30 ആകുമ്പോൾ പിന്നെയും കയറും. അത് കഴിഞ്ഞ് ഞങ്ങൾ പിരിയണത് 6 മണി 7 മണി ആകുമ്പോൾ കോടതിയിൽ നിന്ന് പിരിയണത്. അത് കഴിഞ്ഞ ശേഷം ഞങ്ങളൊരു ചായ കുടിച്ചിട്ട് നേരെ പ്രോസിക്യൂഷനുമായിട്ട് ഡിസ്കഷനിലേക്ക് പോകും. അത് ഞാൻ വീട്ടിലെത്തുന്ന എൻ്റെ വീട്ടുകാരോട് ചോദിച്ചാലും അറിയാം. 2 മണി, ചിലപ്പോൾ 1 മണി, ചിലപ്പോൾ 12 മണി, രാത്രിയാണിത്, പകലല്ല. അപ്പോൾ ചിലപ്പോൾ എൻ്റെ ഉറക്കം ഒരിക്കലും ശരിയായിട്ടില്ല. അപ്പോൾ ഒരു സ്വാഭാവികമായി മനുഷ്യരൊക്കെ ചിലപ്പോൾ ഉച്ചയ്ക്ക് ഊണൊക്കെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായി നാച്ചുറലി ഞാൻ ചിലപ്പോൾ ഉറങ്ങിപ്പോയിട്ടുണ്ടാവാം. അതൊരു കോടതി ഇത്രയും മാധ്യമങ്ങൾ ഇരിക്കുമ്പോൾ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോടതി എത്ര സബ്സ്റ്റാൻഡേർഡ് ആയിട്ടാണ് പറയണമെന്നാണ് എനിക്കിത് പറയാനുള്ളത്. അത് കോടതിയുടെ നിലവാരത്തിന് കോടതി പറഞ്ഞു. ഞാൻ പക്ഷെ കോടതിക്കെതിരായിട്ടൊന്നും പറയാൻ ഉദ്ദേശിക്കണില്ല. കോടതി പറഞ്ഞത് കോടതി പറഞ്ഞോട്ടെ. കോടതിയൊക്കെ